السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم. صدق الله. قال النبي صلى الله عليه وسلم: ثلاث من كن فيه وجد بهن حلاوة الإيمان وأن يكون الله ورسوله أحب إليه مما سواهما إلى آخر الحديث أو كما قال سيدنا وحبيبنا رسول الله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. സർവാധിപതിയും ജഗന്നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൻ്റെ സമസ്ത അപരാധങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ച് മരണപ്പെടുന്ന സമയം പരിപൂർണമായി കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് അതിരറ്റ സ്നേഹവും സ്നേഹപ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, റസൂലുള്ളാഹിയുടെ ഖബർ പരിശുദ്ധമായ റൗളയിലെത്താനും അവിടുത്തെ റൗള സിയാറത്ത് ചെയ്യാനും നാളെ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന വിഭാഗത്തിലും അല്ലാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേർവഴി ദീനിലേക്ക് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ ഉലമാക്കളെ, ഇതിൻ്റെ സംഘാടകരാകുന്ന തൊൽഹ ഉൾപ്പെടെ ഒരുപാട് സംഘാടകർ, എല്ലാ സുഹൃത്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ഈ ഗ്രൂപ്പിലൂടെയുള്ള ശ്രോതാക്കൾ അല്ലാഹു തആല അവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നേർവഴി ദീനിലേക്ക് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ റബീഅ് പ്രഭാഷണത്തിൻ്റെ 9ാം ദിവസമാണ് ഇന്ന്. എൻ്റെ പേര് നൗഷാദ് ബാഖവി, തിരുവനന്തപുരം ജില്ല, പനയമുട്ടമാണ്. മുമ്പ് ഈ ഗ്രൂപ്പ് വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നീടത് ശോഷിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഥൻ കബൂലാക്കുമാറാകട്ടെ. അധിക ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുകയാണ്. ലോകാനുഗ്രഹി വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ജന്മദിനവുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മൂല്യവത്തായ പ്രവാചക ജീവിതവും ചര്യയും മഹിതമാർന്ന സ്വഭാവ ഗുണങ്ങളും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. എല്ലാറ്റിനുമുപരി ഏറ്റവും അധികം അവിടുത്തെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മാനവരാശിക്ക് മുഴുവൻ സമുന്നത മാതൃക സമ്മാനിച്ച ചരിത്രത്തിൻ്റെ അനുപമ വ്യക്തിത്വമായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പേരിനെ അനർത്ഥമാക്കും വിധം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെയും ഉന്നത വ്യക്തിത്വത്തിൻ്റെയും ഉദാത്ത മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അനാഥ ബാലനിൽ നിന്ന് അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് കടന്നു നീങ്ങിയ പുണ്യജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ചരിത്രത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളായിരുന്നു. ബാല്യത്തിൽ തന്നെ വിശ്വസ്തനെന്നും സത്യസന്ധനെന്നുമുള്ള വിളിപ്പേര് നേടി സ്നേഹസമ്പന്നനായ ഭർത്താവും വാത്സല്യനിധിയായ പിതാവായും ദീനീബോധമുള്ള ഭരണാധികാരിയായും വഴികാട്ടിയായ നേതാവായും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഴ്ചവെച്ച മാതൃകകൾ അമൂല്യമാണ്. അത് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് അത് പഠിപ്പിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെയും സുപരിചിതമായ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ നിശ്ചയമായിട്ടും പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ ഉദാത്തമായ സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്. ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ജനങ്ങൾ സാധാരണയായി ജീവിതത്തെ രണ്ടു ഭാഗങ്ങളാക്കി തിരിക്കാറുണ്ട്. ഒന്ന് സ്വകാര്യ ജീവിതമെന്നും അഥവാ വ്യക്തി ജീവിതം, മറ്റൊന്ന് സാമൂഹിക ജീവിതം. ഇവ രണ്ടിനുമിടയിൽ അധിക ജനങ്ങളുടെ ഇടയിലും വലിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. സാമൂഹിക ജീവിതത്തിൽ ഉന്നതമായവർ പോലും സ്വകാര്യ ജീവിതത്തിൽ നികൃഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക ജീവിതത്തിൽ എല്ലാവരാലും സുസമ്മതനായവൻ സ്വന്തം കുടുംബത്തിൽ വിസമ്മതിക്കപ്പെടുന്നവനായി മാറിക്കൊണ്ടിരിക്കുന്നവർ. എന്നാൽ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സാമൂഹികമായും സ്വകാര്യമായും മാതൃകയാക്കാൻ ഉതകുന്ന നിലയിൽ വളരെ ഉത്തമമായിരുന്നു എന്ന്, അഥവാ ഒരു തുറന്ന പുസ്തകം പോലെ ആർക്കും വായിച്ചെടുക്കാൻ വിധത്തിൽ വ്യക്തവും സംക്ഷിപ്തവുമായിരുന്നു പ്രവാചകന്റെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും സ്വകാര്യ ജീവിതങ്ങളും എന്ന് അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണം അങ്ങേയറ്റം ഉത്കൃഷ്ടവും മാതൃകാപരമായിരുന്നു എന്ന് വീണ്ടും ബഹുമാനപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല സാക്ഷ്യം വഹിക്കുകയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയമായിട്ടും അങ്ങ് ഉന്നതമായ സ്വഭാവത്തിൻ്റെ വക്താവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ നബിയുനാ റസൂലുള്ളാഹി. അത് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹവസിച്ചിരുന്ന അവിടുത്തെ സഹധർമ്മിണിമാരും, പ്രത്യേകിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തും നബി തങ്ങളുടെ സ്വഭാവ ഗുണത്തെ വിശേഷിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം. ഖാല, മഹാനവറുകൾ പറയുകയാണ്, ഖദംതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ. ഞാൻ എൻ്റെ മുത്തായ ഹബീബായ തങ്ങൾക്ക് 10 വർഷം ഞാൻ ഖിദ്മത്ത് ചെയ്തു. ആ 10 വർഷം ഖിദ്മത്ത് ചെയ്തിട്ട് ഫമാ ഖാല ലീ ഉഫിൻ, എന്നോട് ഛേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. വലാ ലിമ സ്വനഅത വലാ അല്ലാ സ്വനഅത, എന്തേ അനസേ നീ ഇങ്ങനെ ചെയ്തത്, എന്തേ അനസേ നീ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് എന്നോട് ഹബീബായ തങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന്. എത്ര വർഷ നമ്മളോടൊപ്പം കുറഞ്ഞ കാലയളവ് ഒരാൾ സഹവസിച്ചാൽ തന്നെ നമ്മിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മോശമായ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, വർത്തമാനങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. പക്ഷേ 10 വർഷം ഖിദ്മത്തെടുത്തു എന്ന് പറഞ്ഞാൽ നബിതങ്ങളോടൊപ്പം എല്ലാ സാഹചര്യങ്ങളിലും നബിതങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസാ പറഞ്ഞത്, നബിതങ്ങൾ എന്നോട് ഛേ എന്തേ അനസ് ചെയ്യാത്തത്, എന്തുകൊണ്ടത് ചെയ്തില്ല എന്നെന്നോട് ചോദിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന, ബുഖാരിയിൽ എടുത്തുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അഹ്സനന്നാസി ഖുലുഖാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവും ഉദാത്തവുമായ സ്വഭാവത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കണ്ടോ, അവിടുത്തെ സ്വഹാബത്ത് സാക്ഷ്യം വഹിക്കുകയാണ്. അവിടുത്തെ സ്വഹാബത്ത് നബി തങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ്. ലോകത്തിൽ ഇതേപോലൊരു നേതാവിനെ കുറിച്ച് അനുയായികൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതേപോലൊരു സ്വഭാവ ഗുണത്തിൻ്റെ ഉടമയാണ് നമ്മുടെ നേതാവെന്ന് ഒരു അനുയായിയും ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ചരിത്രം വളരെ വ്യക്തമായി നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അവിടുത്തെ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് വന്ന് ആ റബീഉൽ അവ്വലിൽ നമ്മൾ പങ്കെടുത്ത് അത് വിട പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ച ഇതുപോലെയാണ് നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ച അനുചര വൃന്ദത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, നിങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ അറിയില്ലേ? ആ ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്നായിരുന്നു. കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് ഖുർആനാണ്. ഖുർആൻ എന്താണോ അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നബി തങ്ങളുടെ ജീവിതം എന്താണോ അതാണ് വിശുദ്ധമായ ഖുർആനും. രണ്ടും ഒരുപോലെയാണ്. നബിതങ്ങളുടെ ജീവിതം പഠിച്ചാൽ അത് വിശുദ്ധമായ ഖുർആനാണെന്ന് മനസ്സിലാക്കാം. വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് നബിതങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാൽ അത് നബിതങ്ങളുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കാം. ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
ഖുർആനിൻ്റെ സ്വഭാവശാസ്ത്രം പഠിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റ രീതി തന്നെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്താണ് സൽസ്വഭാവം എന്ന ചോദ്യത്തിന് ഒരു അനുചരനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മറുപടി കൊടുത്തത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ആയത്തായിരുന്നു. സൂറത്തുൽ അഅറാഫിൻ്റെ 194-ാമത്തെ ആയത്ത്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. പരിശുദ്ധ ഖുർആനിൽ അമറല്ലാഹുൽ ജലീൽ. നബി തങ്ങൾ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഖുദിൽ അഫ്വ, നിങ്ങൾ വിടുതലിനെ മുറുകെ പിടിക്കണം. സത്യവിശ്വാസികളോട് പറയാൻ, സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും മകിടമായ ഒരു മാതൃകയാണ് മറ്റൊരാൾ നമ്മോട് ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ നമ്മോട് മോശമായിട്ട് പെരുമാറിയാൽ അതവന് വിടുതൽ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുദിൽ അഫ്വ, വിടുതലിനെ നീ മുറുകെ പിടിക്കണമെന്ന് സ്വഹാബത്തിനോട് നമ്മളോട് കൽപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാമല്ലോ, അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ഉത്തമമായത് അത് അൽ അഫു, അത് വിടുതൽ ചെയ്തു കൊടുക്കലാണ്. കണ്ടോ, സ്വഭാവത്തെക്കുറിച്ച് പറയാൻ നബി തങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കി ആയത്ത് വെച്ചിട്ട് ആർക്കാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് കൊടുക്കാത്തത്? നബി തങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിച്ചിരുന്ന മക്കയിലെ തോയിഫിലെ ജനതയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് കൊടുത്തു. നബി തങ്ങളെ കള്ളനെന്നും സാഹിറാണെന്നും നബി തങ്ങൾക്ക് പ്രാന്താണെന്നും പറഞ്ഞ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് കൊടുത്തു. ത്വായിഫിന്റെ ജനതകൾ കല്ലെറിയുകയും കുട്ടികളെ കൊണ്ട് കൂകി വിളിപ്പിക്കുകയും മോശമായിട്ട് പെരുമാറുകയും ആ കല്ലേറ് കൊണ്ടിട്ട് നബി തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ശരീരങ്ങളിൽ നിന്ന് രക്തങ്ങൾ ധാരധാരയായിട്ടടർന്നു വീണപ്പോൾ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചല്ലോ നബിയെ, ആ കാണുന്ന മലയിടുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സമൂഹത്തെ നശിപ്പിച്ച് കളയട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എനിക്കതു മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കം ഫത്ഹിന്റെ അന്ന് മക്ക മുശ്രിക്കുകൾ വല്ലാതെ ഭയന്ന് പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നബി തങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിച്ചു. നബി തങ്ങളുടെ സമൂഹത്തെ ഉപദ്രവിച്ചു, സ്വഹാബത്തിനെ ഉപദ്രവിച്ചു, നബി തങ്ങളുടെ കുടുംബക്കാരെ ഉപദ്രവിച്ചു. മക്കയിൽ നിന്ന് ആട്ടിപ്പായിച്ചു, മദീനയിൽ താമസിക്കാൻ അനുവദിച്ചില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹിന്റെ അന്ന് മക്ക നിവാസികൾക്ക് പൊതുമാപ്പ് കൊടുത്തില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? തന്നോട് മോശമായിട്ട് പെരുമാറിയവരോട് പോലും നല്ല രീതിയിൽ പെരുമാറി അൽ-അമീൻ, വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേരിന് അർഹനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയല്ല എന്ന് എങ്ങനെ പറയാ? അവിടുത്തെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. വഅ്മുറു, നബി തങ്ങൾ പറഞ്ഞത് ഖുദിൽ അഫ്വ, വിടുതലിനെ നീ മുറുകെ പിടിക്കണം. വഅ്മുറു ബിൽ ഉർഫി, നന്മ കൽപ്പിക്കുകയും ചെയ്യണം. വഅരിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്തവരിൽ നിന്ന് അകന്നു മാറുക എന്ന് പറഞ്ഞാൽ, അറിവില്ലാത്തവരിൽ നിന്ന് അകന്നു മാറുക എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കണ്ട എന്നല്ല. ചിലർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അതല്ലെങ്കിൽ എത്ര നല്ല കാര്യങ്ങൾ അറിയാമെങ്കിലും അവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് ആ തർക്കത്തിലേക്ക് കടന്നു പോകുന്നവരായിരിക്കും. അവരെ അങ്ങ് വിട്ടേക്കുക, അവരിൽ നിന്ന് മാറിക്കൊണ്ട് പോവുക എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു മനസ്സിലാക്കി തരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ അമറക, നിശ്ചയമായും അങ്ങയോട് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്, അൻ തഅഫു അമ്മൻ ളലമക, അങ്ങയെ ഉപദ്രവിക്കുന്നവർക്ക് അങ്ങ് മാപ്പ് കൊടുക്കണമെന്ന്. എന്നിട്ടോ വതുഅതി മൻ ഹറമക, അങ്ങയ്ക്ക് തടക്കി വെക്കുന്നവർക്ക് അങ്ങ് നൽകണം. അങ്ങ് ചോദിക്കുമ്പോൾ തരാതെ ആരെങ്കിലും ഇരുന്നാൽ അങ്ങ് അവർക്ക് കൊടുക്കണം. വതസിലു മൻ ഖതഅക, അങ്ങയോട് ബന്ധങ്ങൾ മുറിച്ചവരോട് അങ്ങ് ബന്ധം ചേർക്കണം. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്.
ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ലേ നബി തങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. വതസ്ദുഖുൽ ഹദീസ, വർത്തമാനത്തിൽ സത്യസന്ധത പാലിക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, സമൂഹത്തിൽ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂം, നിരാലംബരെ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. വതഖ്രിൽ ലൈഫ, അതിഥികളെ സൽക്കരിക്കുകയും വതുഈനു അലാ നവാഇബിൽ ഹഖ്, കാലക്കെടുതികൾ ബാധിച്ചവരെ അങ്ങ് സഹായിക്കുകയും ചെയ്യുന്ന ഉത്തമ വ്യക്തിയാണ് നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ, ഇവിടെ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നയാളെന്ന് അവിടുത്തെ സഹധർമ്മിണിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാലോ, നബി തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച്, അവിടുത്തെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ കുടുംബജീവിതത്തിൻ്റെ പെരുമാറ്റ രീതിയെ സംബന്ധിച്ച് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വിവരിച്ചു കൊടുത്തു. നബി തങ്ങൾ വീട്ടുജോലിയിൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. വീട്ടുജോലികളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ നബി തങ്ങൾ സഹായിക്കുമായിരുന്നു. എന്നിട്ട് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു പോവുകയും ചെയ്യുമായിരുന്നു നബിയുനാ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തുൻ ബിയദിഹി, നബി തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആരെയും അടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. വലംറഅതൻ വലാ ഖാദിമ, ഒരു ഭാര്യയെയും ഒരു ഭൃത്യനെയും നബി തങ്ങൾ അടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബീവി പറഞ്ഞു. ഇതുപോലെ നബി തങ്ങളുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരുപാട് ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര ശൈലി എന്ന് പറയുന്നത് വളരെ ലളിതമായ, മൃദുവായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. മഹദി അവറുകൾ പറയുന്നുണ്ട്, കാന കലാമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ സമിഅഹു, നബി തങ്ങളുടെ സംസാരം വളരെ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്പഷ്ടവും സ്ഫുടവും വ്യക്തവുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹദി അവറുകൾ വീണ്ടും പറയുന്നുണ്ട്, ലം യകുൻ യസ്റുദുൽ ഹദീസ കസ്റുദിക്കും, ചറപറ പറയുന്ന, തുരുതുരാ പറയുന്ന ഒരവസ്ഥ, ആ ഒരു സംസാര ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല. ശ്രോതാവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി, ആ ശ്രോതാവിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് അല്ലമീൻ, അതുപോലെ ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ എൻ്റെ നഫ്സിനോടും ശ്രദ്ധിക്കുന്നവരോടും പറയാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കുകയും സ്വജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ റബീഉൽ അവ്വലിൻ്റെ ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين. അല്ലാഹുവേ, നിങ്ങൾ
സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ചെറുതും വലുതുമായ ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബി തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാനെ. ഈ കൂട്ടായ്മ നീ സ്വീകരിക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ ഒരുമിക്കുന്ന കൂട്ടായ്മയാക്കി സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ ഗതകാല പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ ഹബീബിൻ്റെയും നിന്റെയും തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിറ നന്നാക്കി തരണേ റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും മർദിയായ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ കൃപയുള്ള പടച്ചവനെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഇതെല്ലാം പ്രയാസങ്ങളുണ്ടോ നീ മാറ്റണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ഭവനങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ കൃഷികളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും അഭിവൃദ്ധികളും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇൽമിൻ്റെ പ്രതിഫലം എന്താണോ അത് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കൂട്ടായ്മയിൽ നിന്ന് മാതാപിതാക്കള് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടവരുണ്ടവർ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ അല്ലാ. നോക്കത്താ ദൂരത്തോളം പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.